ഏറെ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം, അതായത് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം, 2 മാസം നീണ്ട കാത്തിരിപ്പിന് ശേഷം, 2 അല്ല 3 ആയി, 3 മാസം നീണ്ട ശരിയാണ്, കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഡിവൈഎസ്പിമാരെ എല്ലാം പുനർവിന്യസിച്ചുകൊണ്ടുള്ള ഒരു സ്ഥലം മാറ്റ ഓർഡർ ഇന്നലെ വന്നു. ആ ഓർഡർ കണ്ടിട്ട് ചിരി വരുന്നു. സാധാരണ എന്താണെന്നറിയും, ഇത് 161 ഡിവൈഎസ്പിമാരുടെ സ്ഥലം മാറ്റമാണ്. യാതൊരു സുഖമില്ലാത്ത ഒരു ലേഔട്ടാണ് ഈ സ്ഥലം മാറ്റ ഉത്തരവിനകത്ത്, സ്ഥലങ്ങളെ സംബന്ധിച്ച്. അതെ, ഇത് സാധാരണ ഈ ഉത്തരവ് ഇറങ്ങുമ്പോൾ നല്ല ഭംഗിയൊക്കെ വൃത്തിക്കുമാണ് ഇറങ്ങുന്നത്. ഈ ഒരു ഉത്തരവ് ഉണ്ട്, ഒരു വൃത്തികെട്ട ഒരു ഉത്തരവ്. എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ആരെവിടെ ഇരിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. ഇത് സാധാരണ ഇത് എടുക്കുമ്പോൾ വരുന്നത് തെക്കുന്ന് വടക്കോട്ട് ഒന്നുകിൽ, അല്ലെ വടക്കൻ ജില്ലയിൽ നിന്ന് തെക്കോട്ട്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. ഇതിപ്പോൾ എല്ലാം കൂടെ കൂടി മറിഞ്ഞ് ഇടയ്ക്ക് കുറച്ച് കോട്ടയം വരുന്നു, അതിനിടയ്ക്ക് കുറച്ച് കൊല്ലം വരുന്നു, ആലപ്പുഴ വരുന്നു, പത്തനംതിട്ട വരുന്നു, ഇങ്ങനെ മൊത്തത്തിൽ. എനിക്ക് രാവിലെ 2 പ്രാവശ്യം വായിച്ചു നോക്കിയിട്ടാണ് നമ്മളെ പല സുഹൃത്തുക്കൾ ഈ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ആരാണ് എവിടെയാണെന്ന് ഒരു എത്തിയും പിടിക്കുന്നില്ല. സാധാരണ നമ്മൾ നോക്കുന്നത് ഇങ്ങനെ പിടിച്ച് ജില്ല നോക്കിയാണ് നമ്മൾ പോകാറുള്ളത്. ഇതിപ്പോൾ ജില്ല നോക്കി കഴിഞ്ഞ് വീണ്ടും ചെല്ലുമ്പോൾ താണ്ടാ വീണ്ടും വരുന്നത് ഇതിനിടയ്ക്കൂടെ കുഴഞ്ഞു വരുന്നു. അതായത് ആരും പ്രൊഫഷണൽ അല്ലാത്ത, യാതൊരുവിധ പ്രൊഫഷണൽസ് ഇല്ലാത്ത ഒരു. മാത്രമല്ല രാത്രി വൈകിയാണെന്നോ അല്ലേ പുറത്തിറങ്ങിയത്? അതെ, ഇന്നലെ പോലീസുകാർ ഒരു പാട്ടിറക്കിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഭാര്യയെ കാണണം, ദാമ്പത്യ സുഖം അനുഭവിക്കണം, അവരുടെ കൂടെ നിന്ന് ഒരു ചോറുണ്ടണം എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് ഇന്നലെ ഇറക്കി. മക്കളെ വളർന്ന് മക്കളുടെ മീശയൊക്കെ വളർന്നെന്ന് പറയുന്നു, ഞങ്ങൾക്ക് പോയിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് നല്ല രസകരമായ ഒരു പാട്ട്. ആരാണ് ഇറക്കിയതെങ്കിലും ഗംഭീര സംഭവമായിരുന്നു. ഇത് വന്നതിന് പിന്നാലെയാണ് ഇത് വന്നിരിക്കുന്നത്. എന്താണ് ഈ സ്ഥലം മാറ്റ ഉത്തരവ് വന്നിരിക്കുന്നത്? അപ്പോൾ ഈ സ്ഥലം മാറ്റ ഉത്തരവ് വന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. എന്താണെന്നറിയോ, CPM-ന്റെ ഭരണകാലത്ത് പി ശശിയുടെയും ADGP അജിത്തിൻ്റെയും സ്വന്തക്കാരായിരുന്ന, അല്ലെ അന്തം കമ്മികളായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും എത്രയും തന്ത്രപ്രധാനമായ സ്റ്റേഷനുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. എല്ലാ സബ് ഡിവിഷനുകളിലും നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസ്സുകാരായിട്ട് ഉദ്യോഗസ്ഥർക്ക് ഒന്നും നിയമനമില്ല. അതായത് കോൺഗ്രസിനോട് ചായ്വുള്ള ഉദ്യോഗസ്ഥർ. ബാക്കി മൊത്തം കടുത്ത CPM-കാർ മൊത്തത്തിനെ കൊണ്ട് വിന്യസിച്ചിരിക്കുകയാണ്. ഈ മന്ത്രിസഭ വന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ പ്രസ് ക്ലബ്ബിൽ നിന്ന് സെക്രട്ടറിൻ്റെ ബാക്കിലേക്ക് ആയിക്കൂടെ നടന്നു വരുമ്പോൾ അവിടെ നിന്ന് സുഹൃത്തിൻ്റെ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം പ്രൈവറ്റ് വാഹനങ്ങളെത്തി പാഞ്ഞു പോവുകയാണ് ആഭ്യന്തര ഓഫീസിലേക്ക് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. കൂട്ടപ്പലായനം നമ്മൾ പറയില്ലേ, വരിവരിയാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ ആലോചിക്കുക, നമ്മുടെ ജില്ലയിലുള്ള ഇപ്പോൾ ഈ DYSP-മാരായിട്ടിരിക്കുന്നതിൽ നമ്മുടെ നാട്ടുകാരുണ്ട്, അല്ല നമുക്ക് പരിചയമുള്ള, നമ്മളെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ പരിചയമുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെയൊക്കെ രാഷ്ട്രീയവും ഇവരുടെയൊക്കെ നിലപാടും എല്ലാം നമുക്കറിയാവുന്നവരാണ്. പിന്നെ ഇതിൽ പിണറായി വിജയൻ്റെ കാലത്ത് അവിടെ ഇരുന്ന് പിണറായി വിജയന് വേണ്ടി വിടുപണി ചെയ്ത് കോൺഗ്രസ് നേതാക്കളെ അടക്കം കള്ളക്കേസ് കൊടുക്കുകയും പിള്ളേരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരൊക്കെ നല്ല സ്റ്റേഷനുകൾ പിടിച്ച് അവിടെ തന്നെ വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു മുമ്പൊരിക്കലും, ആവർത്തനമാണെങ്കിൽ ക്ഷമിക്കുക. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു പ്രീഡിഗ്രി ബോർഡ് സമരം നടന്നത്. അന്നത്തെ SFIക്കാരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം കൊടുത്ത ഒരു വടക്കേ ഇന്ത്യൻ IPS ഉദ്യോഗസ്ഥൻ അതിൻ്റെ അടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ഭരിക്കാൻ വന്നപ്പോൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനാവുകയും ഏറ്റവും നല്ല പോസ്റ്റ് അയാളെ നേടിയെടുക്കുകയും ചെയ്തു. തീർന്നില്ല, അടുത്ത 91-ൽ K. കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ ഇയാൾ വലങ്കയായിട്ട് അവിടെയും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുമ്പിടികളാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ. പി ശശിയുടെ അരുമകളായിട്ടുള്ള അവരുടെ മാനസപുത്രന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ പത്തനംതിട്ട ജില്ലയിലൊക്കെ, ഞാൻ ഈ സ്ഥലമാറ്റ ലിസ്റ്റ് കണ്ട് അന്തം വിട്ടുപോയി. പത്തനംതിട്ട ജില്ലയിൽ ഒരു കടുത്ത കോൺഗ്രസ് ഫാമിലിയിൽപ്പെട്ട ഒരു DYSP ഉണ്ട്. അയാളിപ്പോൾ വടക്കൻ ജില്ലയിൽ, അയാൾ കോന്നിക്കാണെന്ന് വെച്ചിരുന്നത്. കോന്നി, അത് ആ കോന്നിയിലേക്ക് വേറൊരു DYSP വെച്ചു. ആ DYSP കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ അദ്ദേഹത്തിന് അടൂര് ആണ് കൊടുക്കാൻ വെച്ചത്. അടൂര് വേറൊരാൾ വന്നു, പത്തനംതിട്ട വേറൊരാൾ. പത്തനംതിട്ടയൊക്കെ വന്ന ആളിനെ കണ്ടിയാൽ ഞെട്ടിപ്പോയി. CPM-ന്റെ സ്വന്തം ആൾക്ക്. ഇന്നലെ വരെ കുനിച്ചേർത്തി കോൺഗ്രസ് ഇടിച്ചോണ്ട് നാളായിരിക്കും. അതേന്നെ, CPM-ന്റെ കാലത്ത് ഇവർ ചെയ്യാത്ത കൊള്ളരുതാഴികളില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥർ അടിമകളായി നിന്നുകൊണ്ട് കോൺഗ്രസ്സുകാരെ അടിച്ചമർത്തിയിട്ടുള്ള ആൾക്കാരാണ്. ഈ വലിയ പത്തനംതിട്ടയിലെ ഒരു മുതിർന്ന നേതാവാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ. അദ്ദേഹം അങ്ങ് തീരുമാനിക്കുകയാണ്, തിരുവല്ലയിൽ ഇതുപോലെ സജി ചെറിയാന്റെ സ്വന്തം ഒരു കക്ഷിയെ കൊണ്ടുവെക്കാം. ഈ അടുത്ത കാലത്ത് പ്രൊമോഷൻ കിട്ടിയ ഒരു DYSP തിരുവല്ലയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇയാളെ കൊണ്ടുവരുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോഴത്തേക്ക് തിരുവല്ലയിലെ കോൺഗ്രസ്സുകാരടക്കം ഞെട്ടിപ്പോയി. തിരുവല്ല MLA നോക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയത്തില്ല, തിരുവല്ലയിലെ MLAക്ക് അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരാളെ വെക്കാൻ ഒരു MLAക്ക് പറ്റുമല്ലോ. അപ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുൻകാല ബന്ധങ്ങളും ഇയാളുടെ കോൺഗ്രസിനെതിരെ ഇയാൾ ഇട്ടിട്ടുള്ള പോസ്റ്റുകളും എല്ലാം കൂടെ എടുത്തുകൊണ്ട് കോൺഗ്രസ്സുകാർ നേരെ ആഭ്യന്തരമന്ത്രിയെ ചെന്നതാണ്. അപ്പോൾ മുതിർന്ന നേതാവ് പറഞ്ഞതാണല്ലോ, എനിക്ക് അദ്ദേഹത്തെ പിണക്കാൻ പറ്റത്തില്ല, എനിക്ക് അപ്പോൾ അവിടുത്തെ MLA കടുത്ത നിലപാടെടുത്തു, ഇയാളെ ഇവിടെ പറ്റത്തില്ല, അങ്ങനെ അയാളെ അവിടെ വെച്ചില്ല. ഇതുപോലെ തന്നെയാണ് ഓരോ സ്ഥലത്തും നടക്കുന്നത്. പിന്നെ ചില വിദ്വാന്മാരുണ്ട്, ഈ ചില വിദ്വാന്മാർ CPM ഭരിച്ചാലും താക്കോൽ സ്ഥാനത്താണ്,
UDF ഞാൻ ഭരിച്ചാലും നേരത്തെ പറഞ്ഞ വടക്കേന ഉദ്യോഗസ്ഥനല്ലേ, ഇങ്ങനെ കുറെ ആളുണ്ട്, ആര് ഭരിച്ചാലും അവരാളായിരിക്കും. അതെ, അവരെ വിധേയത്വമാണ്. കാരണം ഇവര് ഏതെങ്കിലും ഒരു നേതാവിന്റെ കഴിഞ്ഞ ദിവസം വിശാഖം പറഞ്ഞില്ല, ഭീമൻ രഘുവിന്റെ പഴയ ഒരു പഞ്ച ഡയലോഗ് ഉണ്ടല്ലോ, ഒരു ഇന്ന് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ വിശ്വസ്തനായ കാവലായിരിക്കും, ഇതെല്ലാം ആ സൈസിൽ എന്ന് പറഞ്ഞിട്ട് ഇവർ നിൽക്കുന്നത്. ഇതിനകത്ത് ഇനിയിപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ അന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഈ DYSPമാരുടെ സ്ഥലം മാറ്റം വൈകാനൊരു കാരണം, ഒരു സ്പോട്ടിലേക്ക് 5 പേരൊക്കെ ആയിരുന്നു പിടിച്ചോണ്ട്. അതിൽ ഒന്ന് അവിടുത്തെ DCC പ്രസിഡന്റിൻ്റെ ആൾ, ഒന്ന് അവിടുത്തെ പ്രാദേശിക നേതാവിൻ്റെ ആൾ, ഒന്ന് അവിടുത്തെ പിന്നെ MLAയുടെ ആൾ, അങ്ങനെ പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവച്ചപ്പോൾ എന്ത് സംഭവിക്കുന്നു, താക്കോൽ സ്ഥലങ്ങളിലേക്ക് കൂടി ഇദ്ദേഹം ഭരിക്കുന്നത് LDF ഭരിക്കുന്ന സമയത്ത് കോട്ടയത്തെ ഒരു DYSP, ഒരു ഉദാഹരണം കൂടെ പറയും. ഈ DYSP എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാസവൻ്റെ സ്വന്തം ആളാണ്. അയാൾ കോട്ടയം ജില്ലയിൽ കൊണ്ടുവച്ചതാണ്, കോട്ടയം ടൗണിൽ കൊണ്ടുവച്ചതാണ്. ആ DYSPയെ പെട്ടെന്നൊരു ദിവസം പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിലോട്ട് മാറ്റും. എന്തിനായിരുന്നു അറിയാമോ? പത്തനംതിട്ട SP ആയിരുന്ന VG വിനോദ് കുമാറിനെതിരെ നിരന്തരം വാർത്തകൾ വരും. ആ വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണം, അവരെ കള്ളക്കേസിൽ കൊടുക്കണം. ഇതായിരുന്നു നിയോഗത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം വാസവന്റെ സ്വന്തം ആളായിട്ട് കോട്ടയത്ത് കൊണ്ടുവച്ച ആളാണ്. അയാളെ കൊണ്ട് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ഈ ഉദ്ദേശത്തോട് ചോർത്തുക. അപ്പം എന്താണ്, അന്നത്തെ അവിടുത്തെ SP ആയിട്ടുള്ള VG വിനോദ് കുമാറിനെതിരെ ധാരാളം വാർത്തകൾ വരും. വാർത്തകൾ മൊത്തം കൃത്യമാണ്. ഇതെങ്ങനെ ചോരുന്നു എന്ന് മാത്രം ഇദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കണം, വാർത്ത കൊടുക്കുന്ന ഞാനടക്കമുള്ളവരെ കള്ളക്കേസിൽ കൊടുക്കണം. ഇതിനാണ് ഈ ഇദ്ദേഹത്തെ കൊണ്ടുവച്ചത്. ഇദ്ദേഹത്തെ ഇത് കൊണ്ടുവച്ച സമയത്താണ് പിണറായി വിജയൻ അറിയുന്നത് VG വിനോദ് കുമാർ ഭയങ്കരനാണ്. VG വിനോദ് കുമാറിനെതിരെ പിണറായി പൊതുവേദിയിൽ പ്രസ്താവന നടത്തും, ഇത്തരം ഉദ്യോഗസ്ഥരെ വെച്ച് ഉറപ്പിക്കത്തില്ല. അപ്പോഴേ അവിടുന്ന് പൊളിക്കേണ്ടി വന്നു. ഇയാളെ പൊളിച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ ഈ വന്ന DYSP വഴിയാധാരമായി ചുറ്റിക്കിറങ്ങി സ്പെഷ്യൽ ബ്രാഞ്ച് വഴിയെല്ലാം നിൽക്കുകയായിരുന്നു. ഓർത്തോണം, CPMന്റെ സ്വന്തം ആൾ ഇപ്പം വീണ്ടും കോട്ടയത്ത് കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഈ നിയമനം എന്ന് പറയുന്നത്. കുഴപ്പമില്ല കേട്ടോ, ഇനി തൊട്ട് ഇവര് കോൺഗ്രസ്സുകാരായിരിക്കും. അല്ല, കോൺഗ്രസ്സുകാരെ ഇനിയിപ്പോ ബഹളം വരാൻ പോകുന്നത് എന്താണെന്നറിയും. ഇപ്പൊ ഈ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും രംഗത്തിറങ്ങും. ഇവന്മാരെ മൊത്തം ഇടിച്ചവന്മാരും അടിച്ചവന്മാരുമാണ് ഈ നിൽക്കുന്നത്. പിന്നെ ഇവർക്കെതിരെ കള്ളക്കേസ് എടുത്തത് തല്ലിക്കേറിയവന്മാരാണ്. ഉറപ്പായിട്ടും ഇവർക്കെതിരെ നടപടി ഉണ്ടാവും. ഇവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും പറഞ്ഞ് ഇവർക്കെതിരെ പലർക്കെതിരെയും പരാതി കൊടുത്തിട്ട് നിൽക്കുകയാണ്. അവരെയൊക്കെയാണ് പിടിച്ച് അതാത് പോസ്റ്റുകളിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. വളരെ രസകരമായി അതാണ് CPM ഭരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം. അവരുടെ കാവൽ നായ്ക്കളെ അല്ലാതെ ഒറ്റ ഒരാളെ അവർ സ്റ്റേഷൻ കൊടുക്കത്തില്ല. അത് അവർക്ക് ജില്ലയിൽ ഒരു പിന്നെ പോലീസ് നിയമനത്തിന് ഒരു സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ചുമതലയുണ്ട്. അയാൾ തീരുമാനിക്കും ഓരോരുത്തർ എവിടെ ഇരിക്കണം, അയാൾ ആയിരിക്കും വിളിക്കുന്ന ഇവരോട് ഇങ്ങനെ ചെയ്യണം. അവരങ്ങനെ വെച്ച് നാട്ടുകാർക്കെതിരെ എല്ലാം കള്ളക്കേസും കള്ളക്കേസിൽ കുടുക്കി അവരുടെ സ്വന്തം ആൾക്കാരെ എല്ലാം സംരക്ഷിച്ചിട്ട് പോകും. കോൺഗ്രസ് വരുമ്പോൾ എങ്ങനെയാണ്, ഇതേ ആൾക്കാർ ഈ കോൺഗ്രസ്സുകാരെ അടിച്ചു വെച്ച് അതേ ആൾക്കാർ അതേ പോസ്റ്റ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കഴിഞ്ഞ LDF സർക്കാരുകളുടെ കാലത്ത് ഒതുക്കപ്പെട്ടിരുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മര്യാദയ്ക്ക് ഇപ്പോൾ കുറേ നല്ല പോസ്റ്റിലും അത് വന്നിട്ടുണ്ട്. കാണാതെ പോകുന്നില്ല. അല്ല, അത് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഈ വിദ്വാന്മാരുടെ കയറി പറ്റിയെന്നുള്ളതാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്താണെങ്കിലും ഇനിയും വരാൻ കിടക്കുന്നു. 161 പേരെ ആയിട്ടുള്ളൂ, ബാക്കി ഇനിയും DYSPമാരെ കിടക്കുന്നു. യഥാർത്ഥ കോൺഗ്രസ്സുകാർ അനുഭാവികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ആ കാസർഗോട്ടും കണ്ണൂരും കിടപ്പുണ്ട്.